കഴിഞ്ഞ ദിനം ലോകകപ്പിൽ ഇക്വഡോർ ജർമ്മനിയെ തോൽപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ഒരു ദൃശ്യമുണ്ടായിരുന്നു. വിജയാനന്ദത്തിൽ നിറഞ്ഞ ചിരിയുമായി സ്റ്റാൻഡിലേക്ക് ഓടിച്ചെന്നൊരു സ്പൈഡർമാനെ പോലെ വലിഞ്ഞു കയറി കുടുംബാംഗങ്ങളെ ആശ്ലേഷിക്കുന്ന ഇക്വഡോർ കോച്ച് സെബാസ്റ്റ്യൻ ബെക്കച്ചെച്ചെ. ആ കോച്ചിൻ്റെ മുഖത്തെ സന്തോഷം. How exciting to see the Ecuador coach run and celebrate with his family the comeback goal against Germany. This photo deserves a frame. Ecuador made history. എങ്ങനെ അദ്ദേഹം ആഘോഷിക്കാതിരിക്കും? ഈ മത്സരത്തിന് തൊട്ടു മുമ്പ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിരുന്നു, ആദ്യഘട്ടത്തിൽ തന്നെ ഈ ലോകകപ്പിൽ നിന്നും തങ്ങൾ പുറത്തായാൽ മിക്കവാറും ടീമിൻ്റെ പരിശീലക സ്ഥാനം തനിക്ക് ഒഴിയേണ്ടി വരുമെന്ന്. കാരണം ഇക്വഡോറിൻ്റെ മാത്രമല്ല, നമുക്കറിയാം ലോകമാകമാനമുള്ള ഫുട്ബോൾ ടീമുകളുടെ കോച്ചുമാരുടെ സ്ഥിതി ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. ടീം ആദ്യഘട്ടത്തിൽ പുറത്തായാൽ ഉറപ്പായും സ്ഥാനം തെറിക്കുമെന്ന് തീർച്ചയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജയം ഒരു മൃതസഞ്ജീവനിയായിരുന്നു. ഇക്വഡോറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ലോകകപ്പ് നേടിയതുപോലത്തെ ആഘോഷ ദിനവുമായിരുന്നു. ഓൾറെഡി അവർ രാജ്യത്തിന് ഇപ്പോൾ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഘോഷിക്കാൻ വേണ്ടിയുള്ള അവധി, പ്രസിഡന്റ് നേരിട്ട് പ്രഖ്യാപിച്ച അവധി. ടു ബീറ്റ് എ 4-time വേൾഡ് ചാമ്പ്യൻ ജസ്റ്റ് ടു സർവൈവ് ഇൻ ദി വേൾഡ് കപ്പ്. To keep breathing, to finally make its people smile. What an absurd party from Ecuador. അവർക്ക് ആഘോഷിക്കാൻ, രാജ്യത്തിന് അവധി നൽകാൻ കോച്ചും പ്ലേയേഴ്സും ആനന്ദ നൃത്തമാടിയതുപോലെ ആനന്ദ നൃത്തമാടാനുള്ള എല്ലാ അവകാശവും ഉണ്ട് താനും. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയിരുന്നു. തോറ്റാൽ പുറത്തുന്ന സ്ഥിതിയിലായിരുന്നു. യോഗ്യതാ റൗണ്ടിൽ മിന്നും പെർഫോമൻസ് കാഴ്ചവെച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യക്കാർക്കിടയിൽ 2ാം സ്ഥാനക്കാരായിട്ടാണ് അവർ ലോകകപ്പിനെത്തിയത്. മുമ്പ് കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയോട് തോറ്റതിന് തൊട്ടു പിന്നാലെയാണ് അർജന്റീനക്കാരനായ ബെക്കച്ചെച്ചെ അവരുടെ കോച്ചായി എത്തുന്നത്. ബ്രസീലിനോട് തോറ്റെങ്കിലും പിന്നീടുള്ള 11 മത്സരങ്ങളിൽ തുടർച്ചയായി തോൽവി അറിയാതെയായിരുന്നു ഇക്വഡോർ ഈ ലോകകപ്പ് കളിക്കാനെത്തിയത്. അവരെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്നതായിരുന്നു അവരുടെ ആദ്യ 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഐവറി കോസ്റ്റിനെതിരെ അവർ തോൽക്കുന്നു. മറുപടിയില്ലാത്ത ഒരു ഗോളിനായിരുന്നു തോൽവി. അടുത്തത് കൊറസോവക്കെതിരായ മത്സരമായിരുന്നു. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തിയ കുഞ്ഞൻ ദ്വീപായ കൊറസോവ ഗോൾ രഹിത സമനിലയിൽ ഇക്വഡോറിനെ തളക്കുന്നു. ടീമിനും ആരാധകർക്കുമെല്ലാം കടുത്ത നിരാശ സമ്മാനിക്കുന്ന 2 റിസൾട്ടുകളായിരുന്നു അത്. ഈ മത്സരത്തിന് മുമ്പ് ആദ്യ കടമ്പ കടക്കണമെങ്കിൽ ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായ ആദ്യ മത്സരങ്ങളിൽ തകർത്തടിച്ച് ജയിച്ച ജർമ്മനിയെ തകർക്കണമെന്നതായിരുന്നു ഇക്വേഷൻ. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഇക്വഡോർ ഈ മത്സരത്തിലേക്ക് ഇറങ്ങിയത്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ജർമ്മനി ആധിപത്യം പുലർത്തിയിരുന്നു പതിവ് പോലെ. 2ാം മിനിറ്റിൽ തന്നെ ലെറോയ് സാനയുടെ ഗോളിലൂടെ ജർമ്മനി മുന്നിലെത്തുന്നു. ജർമ്മനിയുടെ ഈ ഗോളിനെ കുറിച്ച് പറയുമ്പോൾ 2ാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്നും സ്വീകരിച്ച പന്ത് ജർമ്മൻ താരം അലക്സാണ്ടർ പാവ്ലോവിച്ച് ഫ്ലോറിയൻ വിറ്റ്സിന് നൽകുന്നു. ഫ്ലോറിയൻ വിറ്റ്സ് നൽകിയ പാസിൽ ലീറോയ് സാനെ തൊടുത്ത ഷോട്ട് ഗോൾ വല കുലുക്കുന്നു. 1 മിനിറ്റ് 49 സെക്കൻഡിൽ ലീറോയ് സാനെ നേടിയ ഈ ഗോൾ ലോകകപ്പ് ചരിത്രത്തിൽ ജർമ്മനിയുടെ ഏറ്റവും വേഗതയേറിയ 2ാമത്തെ ഗോളാണ്. 1934 ഓസ്ട്രിയക്കെതിരെ നടന്ന 3ാം സ്ഥാന നിർണയ മത്സരത്തിൽ ഏണസ്റ്റ് ലെഹ്നർ 25 സെക്കൻഡിൽ നേടിയ ഗോളാണ് ഈ ലിസ്റ്റിൽ ജർമ്മനിയുടെ ഒന്നാമതുള്ളത്. എന്നാൽ 9ാം മിനിറ്റിൽ നിൽസൺ അങ്കുലോയിലൂടെ ഇക്വഡോർ തിരിച്ചടിക്കുന്നു. 2014 ശേഷം ഒരു ലോകകപ്പ് ഗ്രൂപ്പ് മത്സരത്തിൽ ഇത്ര ചുരുങ്ങിയ സമയത്തിൽ ഇരു ടീമുകളും ഗോൾ നേടുന്നത് ആദ്യമായാണ്. അതായത് ഗോൾ നേടുന്നു, തിരിച്ചടിക്കുന്നു. നമുക്കറിയാം 2014 ലോകകപ്പിൽ അർജന്റീന വേഴ്സസ് നൈജീരിയ മത്സരത്തിൽ 3ാം മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സിയിലൂടെ അർജന്റീന ലീഡ് നേടിയപ്പോൾ തൊട്ടടുത്ത മിനിറ്റിൽ 4ാം മിനിറ്റിൽ സ്ട്രൈക്കറായ അഹമ്മദ് മൂസയുടെ ഗോളിൽ നൈജീരിയ അത് സമനില നേടിയിരുന്നു. ഏതാണ്ട് അതേപോലെയായിരുന്നു ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത്. ആദ്യം ജർമ്മനി ഗോളടിക്കുന്നു, ഇക്വഡോർ തിരിച്ചടിക്കുന്നു. അങ്ങനെ 1-1 എന്ന രീതിയിൽ സമനിലയിൽ പിരിഞ്ഞേക്കുമെന്ന് കരുതിയ മത്സരത്തിൻ്റെ 77ാം മിനിറ്റിലാണ് പ്ലാറ്റയിലൂടെ ഇക്വഡോർ വിജയ ഗോൾ കണ്ടെത്തുന്നത്. കെവിൻ റോഡ്രിഗസ് നൽകിയ പാസ് ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയർ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഫ്ലിക്സ് ചെയ്തുകൊണ്ട് ഗോൺസാലോ പ്ലാറ്റ പന്ത് വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ന്യൂയറിൻ്റെ അലസത കൂടിയായിരുന്നു ആ സമയത്ത് ഗോൺസാലോ പ്ലാറ്റ മുതലാക്കിയത്. പിന്നീട് സമനില പിടിക്കാൻ ജർമ്മൻ പട ആർത്തിരമ്പി വന്ന നീക്കങ്ങൾ ഇക്വഡോർ പ്രതിരോധ നിരയെ പരീക്ഷിച്ചെങ്കിലും അവരുടെ ഗോൾ വല കുലുക്കാൻ മാത്രം അത് പ്രാപ്തമായിരുന്നില്ല. ഇതോടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഒന്ന് കാഴ്ചവെച്ചുകൊണ്ട് മുൻ ലോക ചാമ്പ്യന്മാരെ മുട്ടുകുതിച്ചുകൊണ്ട് ഐവറി കോസ്റ്റ്, ജർമ്മനി എന്നീ ടീമുകൾക്കൊപ്പം ഇക്വഡോറും നോക്കൌട്ടിലേക്കുള്ള അടുത്ത റൗണ്ടിലേക്കുള്ള വഴി തുറക്കുകയായിരുന്നു. ഇക്വഡോറിനെ സംബന്ധിച്ചിടത്തോളം 5ാം ലോകകപ്പാണ് അവർ ഈ ലോകകപ്പിൽ കളിക്കുന്നത്. 2002 അവർ കളിച്ചിട്ടുണ്ട്, 2006 കളിച്ചിട്ടുണ്ട്, 2014 കളിച്ചിട്ടുണ്ട്, 22 ഉണ്ട്, ഇപ്പോൾ ഇതാ 26. ഇത് 2ാമത്തെ തവണയാണ് അവർ നോക്കൌട്ടിലേക്ക് കടക്കുന്നത്. ഇതിനു മുമ്പ് 2006 അവർ നോക്കൌട്ടിലേക്ക് കടന്നത്. അന്നും ഇതേപോലെ ഗ്രൂപ്പിൽ ജർമ്മനിക്ക് പിന്നിൽ 2ാമതായിട്ടായിരുന്നു അവർ എത്തിയത്. 2006 പ്രീ ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനോട് തോറ്റായിരുന്നു അവരുടെ മടക്കം.
2013 ശേഷം ഒരു യൂറോപ്യൻ ടീമിനെതിരെ ഇക്വഡോർ നേടുന്ന ആദ്യ വിജയം കൂടിയാണ് ഈ ജർമ്മൻ ടീമിനെതിരെ. അതിനൊപ്പം ജർമ്മനിയുടെ തുടർച്ചയായ 11 വിജയങ്ങളുടെ കുതിപ്പാണ് ഈ മത്സരത്തോടെ അവസാനിച്ചത്. ഏതായാലും ഇക്വഡോർ വി ജസ്റ്റ് വിറ്റ്നസ്ഡ് എ ജിഗ്നാറ്റിക് സ്റ്റോറി അൺഫോൾഡ്. ലോങ് ലീവ് ദ വേൾഡ് കപ്പ്, ലോങ് ലീവ് ഫുട്ബോൾ. കൊറസോവയ്ക്കെതിരായ മത്സരം ഡ്രോ ആയപ്പോൾ ലോകകപ്പിൽ നിന്നും പുറത്താവുമെന്ന് കരുതി കണ്ണീർ വാർത്ത ഗോൺസാലോ പ്ലേറ്റ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഗോളടിച്ച് ആ ടീമിനെ അടുത്ത റൗണ്ടിലേക്ക് എത്തിച്ചത് കാണുമ്പോൾ, ആ ആവേശം കാണുമ്പോൾ അതൊരു കാവ്യനീതിയാണ്.